Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് AS24 ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. സോ ഏതാണ് AS24 ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയുമ്പോൾ വളരെ കുഞ്ഞ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. AS1 ചെറിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നമുക്ക് CA ഇന്റർമീഡിയറ്റിൽ നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും കുഞ്ഞ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് AS24. നമുക്ക് AS-നെ കുറിച്ച് പറയാം. AS24 is a disclosure standard. AS24 ഒരു ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ AS2 എടുക്കട്ടെ, അവിടെ നമ്മൾ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി, അവിടെ കുറച്ച് കാൽക്കുലേഷനും കമ്പ്യൂട്ടേഷനും വാല്യുവേഷൻ ഒക്കെ ഉണ്ട്. AS10 PP, അതിനകത്തും കമ്പ്യൂട്ടേഷനും കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. AS13 AS14 സോ പല പല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ കാൽക്കുലേഷനും കമ്പ്യൂട്ടേഷനും ഒക്കെ വരും, അറിയാമല്ലോ നിങ്ങൾക്ക്. AS24 അങ്ങനത്തെ കമ്പ്യൂട്ടേഷനോ കാൽക്കുലേഷനോ ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് മാത്രമേ AS24 പറയുന്നുള്ളൂ. ലൈക്ക് AS1 കമ്പ്യൂട്ടേഷനും കാൽക്കുലേഷനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് മാത്രമാണ് പറയുന്നത്. AS24 കമ്പ്യൂട്ടേഷൻ കാൽക്കുലേഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല. ആകെ AS24 എന്താണ് പറയുന്നത്? ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആണോ, കുറച്ച് കാര്യങ്ങൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഇത് മാത്രമാണ് AS24 പറയുന്നത്. ഓക്കെ, വളരെ കുഞ്ഞ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. പേര് തന്നെ ഉണ്ട് എന്താണ് നമ്മൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ പോകുന്നത്? ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. നമ്മളെ ബിസിനസ് എൻറ്റിറ്റിയുടെ ഒരു എന്താണ് ഓപ്പറേഷൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം? നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ്. സോ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം? AS24 ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ എന്നുള്ളതാണ് നമ്മൾ AS24 പഠിക്കണം. ആദ്യമേ പറയട്ടെ, വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണത്. ഡബിൾ കോഡ്സിൽ കേട്ടോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബിസിനസ്, ഇതെല്ലാ ബിസിനസ് എൻറ്റിറ്റിക്കും ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആണ്. ഒരു ബിസിനസ് എൻറ്റിറ്റി, ശ്രദ്ധിച്ചേക്കും, ഒരു ബിസിനസ് എൻറ്റിറ്റി ഡിസോൾവ് ആയി പോകുന്നു, ലിക്വിഡേറ്റ് ആയി പോകുന്നു, വൈൻഡ് അപ്പ് ആയി പോകുന്നു, എല്ലാം സെയിം തന്നെയാണ്, നിങ്ങൾക്കറിയാം. അതായത് ഒരു ബിസിനസ് പൂട്ടിപ്പോകുന്നു, ക്ലോസ് ചെയ്ത് പോകുന്നു, അത് നമുക്ക് വൈൻഡ് അപ്പ് എന്ന് പറയാം, ലിക്വിഡേഷൻ എന്ന് പറയാം, ഡിസോൾവ് എന്ന് പറയാം. എന്തോട്ടെ, ഒരു ബിസിനസ് എൻറ്റിറ്റി 100% മുഴുവനായിട്ടും ക്ലോസ് ഡൗൺ ചെയ്യുന്നു, പൂട്ടിപ്പോകുന്നു, then AS24 is not applicable. സോ ഒരു ബിസിനസ് എൻറ്റിറ്റി മുഴുവനായിട്ട് പൂട്ടിപ്പോണെങ്കിൽ AS24 ആപ്ലിക്കബിൾ അല്ല. അപ്പൊ ഇവിടെ ഏത് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷന്റെ കാര്യമാണ് പറയണ? ശ്രദ്ധിച്ചു കേട്ടോ. AS24 ഡീൽ ചെയ്യുന്നത് ഒരു റണ്ണിങ് ബിസിനസ് എൻറ്റിറ്റിയുടെ ഒരു പാർട്ടോ ഒരു കമ്പോണന്റോ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് AS24 ആപ്ലിക്കബിലിറ്റി. സോ ഒരു ബിസിനസ് എൻറ്റിറ്റി മുഴുവനായിട്ട് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ AS24 ആപ്ലിക്കബിൾ അല്ല. AS24 എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുന്നത്? ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ്. നമ്മൾ AS17 പഠിച്ചിട്ടുണ്ട്. നമ്മളെ കമ്പോണന്റ് സെഗ്മെന്റ് എന്നൊക്കെ പറയാം. ബിസിനസ് സെഗ്മെന്റ്, ജിയോഗ്രഫിക്കൽ സെഗ്മെന്റ്, നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഒരു പാർട്ട് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ഓഫ് ബിസിനസ് ക്ലോസ് ഡൗൺ ആകുമ്പോഴാണ് AS24 ആപ്ലിക്കബിൾ. മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ് മുഴുവനായിട്ട് പൂട്ടിപ്പോവുകയാണെങ്കിൽ AS24 ആപ്ലിക്കബിൾ അല്ല. AS24 എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുന്നത്? ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൂട്ടിപ്പോകുമ്പോൾ ആണ് നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ, അതാണ് ആ വേർഡ്. ഒരു പാർട്ട് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ഓഫ് ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് AS24 ആപ്ലിക്കബിൾ ആവുന്നത്. നമുക്ക് ഈ AS-ന്റെ പേര് AS24 ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. എന്താണ് ഡിസ്കണ്ടിന്യൂയിങ്, എന്താണ് ഓപ്പറേഷൻ? ആ പേരിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഡിസ്കണ്ടിന്യൂയിങ്? ബിസിനസ് ആക്ടിവിറ്റി എന്ത് ചെയ്യുമ്പോഴാണ് ആ ഡിസ്കണ്ടിന്യൂയിങ് എന്നുള്ള വേർഡ് വരുന്നത്? അപ്പൊ AS24 ആപ്ലിക്കബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആ വേർഡ് കറക്റ്റ് ആയിട്ട് വരണം. ഡിസ്കണ്ടിന്യൂയിങ്, എങ്ങനെ ഒരു പാർട്ട് ഓഫ് ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് AS24 ആപ്ലിക്കബിൾ ആവുന്നത്. AS24 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഡിസ്കണ്ടിന്യൂയിങ്. ആ ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് എങ്ങനെയാവണം 24 പറയുന്നുണ്ട്.
ഡിസ്കണ്ടിന്യൂ. അടുത്ത് ഓപ്പറേഷൻസ്. നമ്മൾ പറഞ്ഞു പാർട്ട് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ കമ്പോണന്റ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ സെഗ്മെന്റ് ഓഫ് ബിസിനസ്. അതെന്താവണം എന്നുള്ളത്, ബ്രാഞ്ച് ആവണോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണോ അല്ലെങ്കിൽ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണോ, എന്താണ് ആ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്? AS24 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ ഉള്ളത്. അപ്പൊ AS24 മനസ്സിലായില്ലേ? AS24 ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ, ഒരു ബിസിനസ് മുഴുവനായിട്ട് പൂട്ടിപ്പോകുമ്പോൾ ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ AS24 ആപ്ലിക്കബിൾ അല്ല. AS24 എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുന്ന? ഒരു ബിസിനസ് എന്റിറ്റിയുടെ ഒരു പാർട്ട് അല്ലെങ്കിൽ കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോഴാണ് AS24 ആപ്ലിക്കബിൾ ആവുന്നത്. നമുക്ക് പഠിക്കേണ്ടത് ആ ഡിസ്കണ്ടിന്യൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ നമുക്ക് AS24 ആപ്ലിക്കബിൾ ആണോ നമുക്ക് നോക്കാം. ആപ്ലിക്കബിൾ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ നോട്ട്സ് ഫോർ അക്കൗണ്ട്സിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. കുഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ നമുക്ക് ഇനി നോക്കാം എന്താണ് ഓപ്പറേഷൻസ്, എന്താണ് ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ്. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുക. എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് നോക്കുക. തീർന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ക്ലിയർ? നമുക്ക് ആ രണ്ട് ടേമിലോട്ട് പോവാം. ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് എന്താണ്, വാട്ട് ഈസ് ഓപ്പറേഷൻസ്. ക്ലിയർ? അതിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഓപ്പറേഷൻസ് എന്താണ് നോക്കാം. ആദ്യം നമുക്ക് എന്ത് നോക്കാം, എന്താണ് ഓപ്പറേഷൻസ്. ആദ്യം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ represents separate major line of business or a geographical area of operation. അപ്പൊ ഈ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ക്ലിയർ? അപ്പൊ എന്താണ് ഇവിടെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബിസിനസ് എന്റിറ്റിയുടെ എന്താണ്, ഒരു സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ITC, ഇന്ത്യൻ ടുബാക്കോ കോർപ്പറേഷൻ. നമുക്കറിയാം ITC. ക്ലാസ്മേറ്റ്സ് ബുക്ക് അവരുടെ ഒരു ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് ആണ് ക്ലാസ്മേറ്റ്സ് ബുക്ക്. അവര് തന്നെയാണ് വിൽസ് എന്നുള്ള പേരിൽ സിഗരറ്റ് മറക്കുന്നത്. സോ ITC ലിമിറ്റഡിന് കുറെ പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ രണ്ട് പ്രോഡക്റ്റ് നമുക്ക് പറയാം. ഒന്ന് ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്സ്, അടുത്തെന്താണ് വിൽസ് എന്ന് പറയുന്ന സിഗരറ്റ്. രണ്ടും ITC ആണ്. സോ ഇതാണ് സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ്. സിഗരറ്റ് ഒരു സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ്, ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്ക് ഒരു സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ്. രണ്ടും ഡിസ്റ്റിങ്വിഷബിൾ ആണോ? ബിസിനസ് രണ്ടും ഡിസ്റ്റിങ്വിഷബിൾ ആണോ? ആണ്. ഓക്കെ. അടുത്ത് ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഇനി മാരുതി സുസുക്കി, നമുക്ക് അടുത്ത എക്സാമ്പിൾ എടുക്കാം. മാരുതി സുസുക്കി. മാരുതി സുസുക്കിക്ക് ഒറ്റ പ്രോഡക്റ്റേ ഉള്ളൂ. എന്താണ്? കാർ. അവരുടെ എന്താണ്, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ഉള്ള കാറാണ് അവരുടെ പ്രോഡക്റ്റ് മാരുതി സുസുക്കി. അവർക്കിപ്പം 3 സ്ഥലത്ത് ഫാക്ടറി ഉണ്ട്. ചെന്നൈയിൽ ഒരു ഫാക്ടറി ഉണ്ട്, ഡൽഹിയിൽ ഒരു ഫാക്ടറി ഉണ്ട്, ഛത്തീസ്ഗഡിൽ ഒരു ഫാക്ടറി ഉണ്ട്. ഡൽഹിയിലെ മാത്രം ഫാക്ടറി ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ് ഓർ എന്താവാം, ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അപ്പൊ മാരുതി സുസുക്കിക്ക് മൾട്ടിപ്പിൾ ബിസിനസ് ഇല്ല, സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ് ഇല്ല, ഒറ്റ ബിസിനസ്സേ ഉള്ളൂ, കാർ മാനുഫാക്ചറിങ്. പക്ഷെ പല ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്. അവരുടെ കുറച്ച് ഓപ്പറേഷൻസ് എവിടെയാണ് നടക്കുന്നത്? ചെന്നൈ ഫാക്ടറി, കുറച്ച് ന്യൂഡൽഹി, കുറച്ച് ഛത്തീസ്ഗഡ്. അപ്പൊ ന്യൂഡൽഹി ഫാക്ടറി എന്താണ്? ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ചെന്നൈ ഫാക്ടറി അടുത്ത ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഛത്തീസ്ഗഡിലെ ഫാക്ടറി അടുത്ത ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അപ്പൊ എന്താണ് ആ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷനിലെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യണം? ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കണം, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് വിച്ച് ക്യാൻ ബി സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ്ഡ്. മെയിൻ ഏരിയ ഓഫ് അല്ലെങ്കിൽ മെയിൻ ഓപ്പറേഷൻ എന്താണോ ബിസിനസിന്റെ, അതിൽ നിന്ന് ഈ ബിസിനസ്സിന് അല്ലെങ്കിൽ ഈ പാർട്ടിന് നമുക്ക് എന്താണ് ഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം. ഇപ്പൊ ITCയുടെ ബിസിനസ്സിൽ സിഗരറ്റ് മാനുഫാക്ചറിങ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിങ്വിഷബിൾ അല്ലേ? ആണ്. അപ്പൊ AS24 അനുസരിച്ച് അത് ഓപ്പറേഷൻസ് ആണ്. AS24 ആപ്ലിക്കബിൾ ആവും. ഇപ്പൊ മാരുതി സുസുക്കിയുടെ ബിസിനസ് ന്യൂഡൽഹിയിലെ മാത്രം ഫാക്ടറി, ബാക്കിയുള്ള ബിസിനസ്സിൽ നിന്നും ന്യൂഡൽഹി ഫാക്ടറിയുടെ
ഓപ്പറേഷൻസ് നമുക്ക് ഡിസ്റ്റിങ്വിഷബിൾ അല്ലേ, സെപ്പറബിൾ അല്ലേ? ആണ്. സോ AS24 ആപ്ലിക്കബിൾ ആണ്. ഇപ്പം ഒരു മേജർ ഏരിയ, ഇപ്പം ഒരു കമ്പനിക്ക് ഒറ്റ ബിസിനസ്സേ ഉള്ളൂ ആൻഡ് അവർ പലയിടത്തും വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഓരോ വർക്കും ഡിസ്റ്റിങ്വിഷബിൾ അല്ല, ഇല്ലെങ്കിൽ മെയിൻ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്നും എന്തല്ല, സെപ്പറബിൾ അല്ല, then AS24 ആപ്ലിക്കബിൾ ആവില്ല. AS24-നകത്തുള്ള ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അതൊന്നെങ്കിൽ ഒരു സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ്, നമ്മൾ ITCയുടെ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ, മാരുതി സുസുക്കിയുടെ എക്സാമ്പിൾ. ആൻഡ് ഇത് എങ്ങനെയായിരിക്കണം, മെയിൻ ലൈൻ ഓഫ് ബിസിനസ്സിൽ നിന്ന് ഇത് ഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം, സെപ്പറബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം, എങ്ങനെ സെപ്പറബിൾ ആക്കാം? ഓപ്പറേഷണൽ പർപ്പസിൽ നമുക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ ഓറല്ലേ പറയണം, ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന കാര്യം, ആ ഓപ്പറേഷൻസിന്റെ അസറ്റ്, ലൈബിലിറ്റി, ഒരു മേജർ പാർട്ട് ഓഫ് റവന്യൂ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? സോ അതായത് ടോട്ടൽ ബിസിനസ് അസറ്റിൽ നിന്ന് ഈ ഓപ്പറേഷൻസിന്റെ ബിസിനസ് സെപ്പറബിൾ ആണോ? ടോട്ടൽ ലൈബിലിറ്റിയിൽ നിന്ന് ഈ പറഞ്ഞ ഓപ്പറേഷൻസിന്റെ ലൈബിലിറ്റി സെപ്പറബിൾ ആണോ, ഡിസ്റ്റിങ്വിഷബിൾ ആണോ? ടോട്ടൽ റവന്യൂവിൽ നിന്ന് ഈ ഓപ്പറേഷൻസിന്റെ റവന്യൂ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? അതാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ പർപ്പസ്. ഏത് ഫാക്ടറിയിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഏത് മെഷീൻ ഉപയോഗിച്ചാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ AS24 ആപ്ലിക്കബിൾ അല്ല. ഇപ്പം ഒരു പ്രോഡക്റ്റ്, ഒരു ബിസിനസ്, ആ ബിസിനസ്സിന് 2 പ്രോഡക്റ്റ് ഉണ്ട്. ബട്ട് ആ 2 പ്രോഡക്റ്റും ഒരു മിഷനറിയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഒരു മിഷനറിയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യണം. അതുകൊണ്ട് ആ ബിസിനസിന്റെ ആ 2 പ്രോഡക്റ്റിന്റെയും എന്താണ്, സെപ്പറബിൾ അല്ല, ഓപ്പറേഷണൽ പർപ്പസിൽ സെപ്പറബിൾ അല്ല, AS24 ആപ്ലിക്കബിൾ അല്ല. ഇനി ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് 3 ബിസിനസ് ഉണ്ട്. ആ 3 ബിസിനസിന്റെയും സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള അസറ്റ്, ലൈബിലിറ്റി ഐഡന്റിഫയബിൾ അല്ല, AS24 ആപ്ലിക്കബിൾ അല്ല. സോ AS24-നകത്ത് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കണം. ആൻഡ് അത് ബാക്കി മെയിൻ ലൈൻ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ മെയിൻ ലൈൻ ഓഫ് ഓപ്പറേഷൻസിൽ നിന്നും എന്താണ്, ഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം, സെപ്പറബിൾ ആയിരിക്കണം. എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷബിൾ ആണോ സെപ്പറബിൾ ആണോ നോക്കുന്നത്? ഓപ്പറേഷണൽ പർപ്പസിന്റെ ബേസിസിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസിന്റെ ബേസിസിലും. അവിടെ ആൻഡ് കണ്ടീഷൻ ആണ്, ഓർ അല്ല. ക്ലിയർ? ഇത്രയേ ഉള്ളൂ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ ഒരു അസറ്റ്, ഒരു എന്താണ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അസറ്റ്, ലൈബിലിറ്റി, റവന്യൂ, എക്സ്പെൻസ് എല്ലാം സെപ്പറബിൾ ആയിരിക്കണം. ഇനി അതിന് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മെഷീനറി ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണം. ഓപ്പറേഷണൽ പർപ്പസിന്റെ ബേസിസിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ പർപ്പസിന്റെ ബേസിസിലും ഡിസ്റ്റിങ്വിഷബിൾ ആവണം. അപ്പൊ ഇതാണ് ഓപ്പറേഷൻ. ഇനി എന്താണ് ഡിസ്കണ്ടിന്യൂയിങ് ആണ്? അതാ ഇവിടെയാണ് പറയണം. ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂഡ് ആസ് പെർ സിംഗിൾ പ്ലാൻ. നമ്മൾ ഓപ്പറേഷൻ എന്താണെന്ന് പഠിച്ചു. ആ ഓപ്പറേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷന്റെ ബേസിസിലായിരിക്കണം. അതായത് ഒറ്റ ഡിസിഷനിലായിരിക്കണം നമ്മളത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. എ സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ. ഇനി ഏതൊക്കെ മെത്തേഡിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം? 3 മെത്തേഡിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ്, സെല്ലിംഗ് സബ്സ്റ്റാൻഷ്യലി ഇൻ ടോട്ടൽ, മുഴുവനായിട്ട് വിൽക്കുന്നു, എയ്തർ ഇൻ സിംഗിൾ ട്രാൻസാക്ഷൻ ഓർ ഡീമർജർ ഓർ സ്പിൻ ഓഫ്. അപ്പൊ എങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാം? എങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്താലും അതൊരു സിംഗിൾ പ്ലാൻ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കണം. സിംഗിൾ പ്ലാൻ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കണം. അതെങ്ങനെയായിരിക്കണം? ഫസ്റ്റ് ഡിസ്കണ്ടിന്യൂയിങ് എങ്ങനെയായിരിക്കണം? സെല്ലിംഗ് സബ്സ്റ്റാൻഷ്യലി എന്താണ് ഇൻ ടോട്ടൽ. അതെങ്ങനെയായിരിക്കണം? ഒന്നെങ്കിൽ അതൊരു സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ട് അസറ്റ്സിനെ മുഴുവൻ വിറ്റ് കളയാം, ആ ഓപ്പറേഷൻസിനെ വിൽക്കണം, ഇല്ലെങ്കിൽ ഡീമർജർ, ഇല്ലെങ്കിൽ സ്പിൻ ഓഫ്. അതായത് നമ്മൾ ലംസം സെയിൽ എന്ന് പറയും. അതാണ് ആദ്യത്തെ സിംഗിൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ലംസം സെയിൽ. അസറ്റ്, ലൈബിലിറ്റി എല്ലാം കൂടെ ഒറ്റ അടി വിൽക്കുന്നു, ലംസം സെയിൽ. രണ്ടാമത് ഡീമർജർ. ഡീമർജർ നിങ്ങൾക്കറിയാം, ഒരു പാർട്ട് ഓഫ് ബിസിനസിനെ, ഓപ്പറേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കുന്നു, വേറെ കമ്പനിയിൽ ലയിപ്പിക്കുന്നു, ഡീമർജർ. ഓക്കെ.
അടുത്ത് സ്പിൻ ഓഫ്. സ്പിൻ ഓഫ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? സ്പിൻ ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് ബിസിനസിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ തന്നെ ഓണേഴ്സിന് അത് വേറൊരു കമ്പനി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ ഒരു ബിസിനസ്സിന് സെപ്പറബിൾ ആണ് എങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു കമ്പനി ആയിട്ട് ഫ്ലോട്ട് ചെയ്യും. ആ കമ്പനിയിലെ ഓണേഴ്സ് ആരായിരിക്കും? നമ്മുടെ ഇപ്പോഴത്തെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് തന്നെ ആയിരിക്കും. ഒരു പാർട്ട് ഓഫ് ബിസിനസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു കമ്പനി ആക്കുന്നു, എന്നിട്ട് സെയിം ഷെയർ ഹോൾഡേഴ്സ് തന്നെ ആക്കും. അതാണ് സ്പിൻ ഓഫ്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ്. ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം. അതല്ല ഫസ്റ്റ് ഐറ്റം. അതിൽ മൂന്ന് രീതിയിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ആണ് നമ്മൾ നോക്കിയത്. ഒന്നെങ്കിൽ ലംസം സെയിൽ, അല്ലെങ്കിൽ ഡീമർജർ, അല്ലെങ്കിൽ സ്പിൻ ഓഫ്. സെക്കൻഡ് മെത്തേഡ് പറയുന്നത് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പാർട്ണർഷിപ്പിലൊക്കെ പഠിച്ചിട്ടുണ്ട് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. പ്രാക്ടിക്കലി ചിലപ്പം ലംസമായിട്ട് നമുക്ക് അസറ്റ് വിൽക്കാൻ പറ്റൂല. ബിക്കോസ് എല്ലാ അസറ്റ്സിനും കൂടെ ഒരൊറ്റ മാർക്കറ്റ് കിട്ടിയില്ല. സോ നമ്മൾ പാർട്ടായിട്ട് അസറ്റിന് വിൽക്കുന്നു. ഇന്നിപ്പോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിൽക്കുന്നു, നെക്സ്റ്റ് മന്ത് മെഷീനറി വിൽക്കുന്നു, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് അത് കഴിഞ്ഞുള്ള മാസം വിൽക്കുന്നു. അതായത് സിംഗിൾ എന്താണ് ലംസം സെയിൽ അല്ല, പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. ഓരോ അസറ്റ് ആയിട്ട് വിൽക്കുന്നു. അതും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ തന്നെയാണ്. സെല്ലിംഗ് ഓഫ് കമ്പോണൻസ് അസറ്റ്സ് ഇൻഡിവിജ്വലി, പീസ് മീൽ ഡിസ്പോസൽ ആൻഡ് സെറ്റിംഗ് ഇറ്റ്സ് ലയബിലിറ്റി ആൾസോ ഇൻഡിവിജ്വലി. അപ്പം പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നാലും കുഴപ്പമില്ല, ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും AS24. ലാസ്റ്റ് ടെർമിനേറ്റിംഗ് ത്രൂ അബാൻഡൻമെന്റ്. ടെർമിനേറ്റിംഗ് ത്രൂ അബാൻഡൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കുന്നു. നമ്മുടെ ഒരു ഓപ്പറേഷൻ ഇനി വേണ്ട, ഉപേക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സെല് ചെയ്യാൻ വേണ്ടി ഇപ്പൊ പ്രൊഡക്ഷൻ നിർത്തുന്നു. അബാൻഡൻമെന്റ്, അടച്ചിടുന്നു. അബാൻഡൻമെന്റ് അതും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ തന്നെയാണ്. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ AS24. അപ്പൊ AS24 നമ്മൾ പഠിച്ചു AS24 ആപ്ലിക്കബിൾ ആവണമെങ്കിൽ ഒരു പാർട്ട് അല്ലെങ്കിൽ കമ്പോണന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു സെഗ്മെന്റ് ക്ലോസ് ചെയ്യണം നമ്മൾ, അല്ലാതെ ഫുൾ ബിസിനസ് ക്ലോസർ അല്ല AS24 പറയണം. ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതെന്താണ്? സെപ്പറബിൾ ആയിരിക്കണം, ഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കണം ഫ്രം മെയിൻ ബിസിനസ് ആക്ടിവിറ്റി. എങ്ങനെയായിരിക്കണം ഇത് സെപ്പറബിളും ഡിസ്റ്റിങ്വിഷബിളും ആവേണ്ടത്? ഓപ്പറേഷണൽ പർപ്പസിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസിലും. ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം. സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ, ഒറ്റ ഡിസിഷൻ ആയിരിക്കണം. സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ. ഇപ്പൊ കമ്പനി ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കും, ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവർ ചേർന്ന് ഒരു മെജോറിറ്റി ഡിസിഷൻ എടുക്കും. അതാണ് സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം. മൂന്ന് രീതിയിൽ നമുക്ക് നമ്മുടെ ഓപ്പറേഷനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. ആദ്യം ലംസം, ഡീമർജർ, സ്പിൻ ഓഫ്, അല്ലെങ്കിൽ എന്താണ് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമത് ടെർമിനേറ്റിംഗ് ത്രൂ അബാൻഡൻമെന്റ്. ക്ലിയർ? അപ്പൊ AS24 ആർക്കാണ് ആപ്ലിക്കബിൾ ആവണേ നമുക്ക് മനസ്സിലായി. ഈ പറഞ്ഞ ഓപ്പറേഷൻസ് കറക്റ്റ് ഉണ്ട്. ഡിസ്കണ്ടിന്യൂയിങ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടേമും വെച്ചിട്ട് AS24 ആപ്ലിക്കബിൾ ആവണോ അല്ലേ നോക്കും. AS24 ആപ്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു AS24 ആപ്ലിക്കബിൾ ആണെങ്കിൽ ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. എവിടെ ഡിസ്ക്ലോസ് ചെയ്യണം? നോട്ട്സ് ടു അക്കൗണ്ട്സിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്ന് തൊട്ട് ഡിസ്ക്ലോസ് ചെയ്ത് തുടങ്ങണം? ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് എന്താണ്? ശരിയാണ്, നമ്മൾ പറഞ്ഞു ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ ബിസിനസിന്റെ ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് തീർന്നു എന്ന് വരില്ല. കാരണം പീസ് മീൽ മെത്തേഡിലും ഡിസ്കണ്ടിന്യൂ ചെയ്യാലോ. സോ നമ്മളൊരു ഡിസിഷൻ എടുത്തു ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ, ആ വർഷം തന്നെ തീരണം എന്നില്ല. പല വർഷങ്ങൾ കൊണ്ടായിരിക്കും ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ഡൗട്ട് വരും. ശരിയാണ്, AS24 ആപ്ലിക്കബിൾ ആണ്. ഏത് ഫിനാൻഷ്യൽ ഇയർ തൊട്ട് ഡിസ്ക്ലോഷർ തുടങ്ങണം? ഏത് ഫിനാൻഷ്യൽ ഇയർ വരെ ആ ഡിസ്ക്ലോഷർ കണ്ടിന്യൂ ചെയ്യണം? അതാണ് നമ്മൾ പഠിക്കാൻ പോകണം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് തൊട്ട് ഈ AS24 അനുസരിച്ച് ഡിസ്ക്ലോഷർ തുടങ്ങണം. ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് എന്ന് തൊട്ടാണ്. ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് ആദ്യം എൻറ്ററിങ് ഇൻ ടു എ ബൈൻഡിങ് സെയിൽസ് അഗ്രിമെന്റ്. അപ്പൊ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ
പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അസറ്റിലൊക്കെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മേടിക്കാൻ വന്ന ആളുമായിട്ട് ഒരു സെയിൽസ് അഗ്രിമെന്റിൽ എൻ്റർ ചെയ്യലോ, ആ എൻ്ററിങ് ഇൻ ടു ബൈൻഡിങ് സെയിൽസ് അഗ്രിമെന്റ് ഫോർ സബ്സ്റ്റാൻഷ്യലി ഓൾ ഓഫ് ദ അസറ്റ് attributable to the discontinuing operation. അപ്പൊ നമ്മളെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ആ ഓപ്പറേഷൻസിന്റെ അസറ്റ് വിൽക്കാൻ ഒരു ബൈൻഡിങ് സെയിൽസ് എഗ്രിമെന്റിൽ എൻ്റർ ചെയ്തു. ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സിമിലർ ഗവേണിംഗ് ബോഡി. നമ്മൾ പറഞ്ഞു AS24 കമ്പനിക്ക് മാത്രമല്ല എല്ലാ ബിസിനസ് എൻറ്റിറ്റിക്കും ആപ്ലിക്കബിൾ ആണ്. സോ കമ്പനി ആണെങ്കിൽ അവരുടെ ഹെഡ് ഏതാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതർ ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ അവരുടെ ഹെഡ് ആരാണോ അവര് അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ്ഡ് എ ഡീറ്റെയിൽഡ് ഫോർമൽ പ്ലാൻ ഫോർ ഡിസ്കണ്ടിന്യൂയിങ് ആൻഡ് മെയ്ഡ് ആൻ അനൗൺസ്മെന്റ് ഓഫ് ദ ഫോർമൽ പ്ലാൻ ഓഫ് ഡിസ്കണ്ടിന്യൂയിങ്. ഇപ്പൊ കമ്പനി ആണെന്നുണ്ടെങ്കിൽ കമ്പനി ഒരു ഓപ്പറേഷൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരു റെസൊല്യൂഷൻ പാസാക്കി. ആ റെസൊല്യൂഷൻ എന്ത് ചെയ്തു? ഷെയർ ഹോൾഡേഴ്സിനെല്ലാം അറിയിച്ചു, ഡിക്ലെയറും ചെയ്തു. ബാക്കി കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ ഗവേണിംഗ് ബോഡി ഏതാണോ അവർ ഇതേപോലെ ഒരു ഡിസിഷൻ എടുത്തു ആൻഡ് അത് ഡിക്ലെയർ ചെയ്തു. ഇതിലേതാണോ വിച്ച് എവർ ഈസ് ഏർലിയർ ഒന്നെങ്കിൽ സെയിൽസ് അഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ഗവേണിംഗ് ബോഡി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ എന്താണ് ആ ഒരു അപ്രൂവ്ഡ് ഡീറ്റെയിൽഡ് പ്ലാൻ വന്നു ആൻഡ് അത് ഡിക്ലെയർ ചെയ്തു. ഈ രണ്ട് ഈവന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ അത് തൊട്ടാണ് ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ്. ഇപ്പൊ ഫിനാൻഷ്യൽ ഇയർ 17-18 ആദ്യമായിട്ട് ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് വന്നത്. ദെൻ ഫിനാൻഷ്യൽ ഇയർ 17-18 തൊട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. അപ്പൊ എന്താണ് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ AS24 ആർക്കാണ് ആപ്ലിക്കബിൾ ആണെന്ന് പഠിച്ചു. ഡിസ്കണ്ടിന്യൂയിങ് എന്താണ്, ഓപ്പറേഷൻസ് എന്താണ് നമ്മൾ നോക്കി, ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് നോക്കി. ഇനി എന്ന് വരെ ഡിസ്ക്ലോസ് ചെയ്യണം, എന്നാണോ ആ ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് ആ കംപ്ലീറ്റ് ആവുന്ന ഫിനാൻഷ്യൽ ഇയർ വരെയും നോട്ട്സ് ടു അക്കൗണ്ട്സിൽ AS24 അനുസരിച്ച് ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പൊ ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് എന്നാണെന്ന് നമ്മൾ പഠിച്ചു. ആ ബൈൻഡിങ് സെയിൽസ് അഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ഡീറ്റെയിൽഡ് പ്ലാൻ അപ്രൂവ് ചെയ്യുന്ന whichever is earlier ആ ഫിനാൻഷ്യൽ ഇയറിൽ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്ത് തുടങ്ങണം. ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതുവരെയും AS24 അനുസരിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. ക്ലിയർ? ചിലപ്പം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റും ആ വർഷം തന്നെ പരിപാടി തീരും. ദെൻ ഒറ്റ ഫിനാൻഷ്യൽ ഇയർ മതി. ചിലപ്പോൾ 4 വർഷം എടുക്കാം, 5 വർഷം എടുക്കാം. എന്നാൽ ആ 5 വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിലും നമ്മൾ AS24 അനുസരിച്ച് ഡിസ്ക്ലോസ് ചെയ്യണം. ക്ലിയർ? നമ്മൾ കുറെ നേരമായിട്ട് AS24 ഡിസ്ക്ലോസ് ചെയ്യണം എന്നൊക്കെ പഠിച്ചു. ഇനി ലാസ്റ്റ് ഏരിയയിലോട്ട് പോവാം. AS24 അനുസരിച്ച് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം? ഇവിടെ പറയുന്നുണ്ട് ഡിസ്ക്ലോസിങ് നോട്ട്സ് ഓൺ അക്കൗണ്ട്സ്. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ. ഈ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഓപ്പറേഷൻസ് AS17 അനുസരിച്ച് ഉള്ള ബിസിനസ് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ സെഗ്മെന്റ് ആണോ? ഇവിടുത്തെ ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് എന്താണ്? അതായത് സെയിൽസ് അഗ്രിമെന്റ് ആണോ, ഓർ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ ഓർ സിമിലർ ബോഡി പാസ്സാക്കുന്ന അപ്രൂവ്ഡ് പ്ലാൻ ആണോ? ഏതനുസരിച്ചാണ് നമ്മൾ ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് എടുത്തത് അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഡേറ്റ് ഓർ പീരീഡ്, ഡിസ്ക്ലോഷർ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര എക്സ്പെക്ടഡ് ടു കംപ്ലീറ്റ്, അതാണ് അവിടെ പറയുന്നത്. ഈ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്, ആ ഓപ്പറേഷൻസ് റിലേറ്റ് ചെയ്യുന്ന അസറ്റ്സിന്റെ ക്യാരിയിങ് എമൗണ്ട് എത്രയാണ് ലയബിലിറ്റി. ആ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ ഇപ്പൊ എത്രയെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പെൻസ്. ആ ഓപ്പറേഷൻസിൽ നിന്നുള്ള പ്രീ ടാക്സ് പ്രോഫിറ്റ് ഓർ ലോസ്, നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോസ്, അത് AS3 അനുസരിച്ച് നമ്മളെ ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യണം. ഇതൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. സോ AS24 എന്താണെന്ന് മനസ്സിലല്ലോ. വളരെ കുഞ്ഞ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. സോ AS24 ഒരു ബിസിനസ് 10% ക്ലോസ് ഡൗൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുന്നു, വൈൻഡ് അപ്പ് ചെയ്യുന്നു, ലിക്വിഡേറ്റ് ചെയ്യുന്നു, AS24 ആപ്ലിക്കബിൾ അല്ല. AS24 എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുന്നത്? ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് നമ്മൾ
ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് AS24 ആപ്ലിക്കബിൾ ആവുന്നത്. നമ്മൾ എന്താണ് ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് എന്താണെന്ന് നോക്കി, എന്താണ് ഓപ്പറേഷൻസ് എന്ന് നോക്കി. അപ്പൊ ഓപ്പറേഷൻസ് എന്തെങ്കിലും ബ്രാഞ്ചോ ഡിപ്പാർട്ട്മെന്റോ ഒക്കെ ഓപ്പറേഷൻസ് ആണോ? അല്ല. ഓപ്പറേഷൻസ് എന്താണ്? ഇപ്പൊ ഒരു നമ്മളെ ബിസിനസിന്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് പൂട്ടി, AS24 ആപ്ലിക്കബിൾ ആണോ? നമ്മൾ നോക്കണം ആ പൂട്ടിയ ബ്രാഞ്ച് ഓഫീസ് ഓപ്പറേഷൻസ് എന്നുള്ള ആ ഡെഫിനിഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അതൊരു സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ് ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിരുന്നോ, അത് സെപ്പറബിൾ ആയിരുന്നോ, ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് പർപ്പസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പർപ്പസ്, അങ്ങനെ ആയിരുന്നു ആ ബ്രാഞ്ച് എന്നുണ്ടെങ്കിൽ AS24 ആപ്ലിക്കബിൾ ആണ്. ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് എന്താവാം? 3 മെത്തേഡിൽ വരാം ഡിസ്കണ്ടിന്യൂ പ്രോസസ്. ഏത് മെത്തേഡായിരുന്നു? അതൊരു സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം. ഇനി എങ്ങനെയൊക്കെ ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് നടത്താം? ഫസ്റ്റ് ഒന്നെങ്കിൽ ലംസം സെയിൽ, സ്പിൻ ഓഫ് അല്ലെങ്കിൽ ഡീമർജർ. രണ്ടാമത് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമത് ടെർമിനേറ്റിംഗ് ത്രൂ അബാൻഡൻമെന്റ്. ഇനി അപ്പൊ AS24 ആപ്ലിക്കബിൾ ആണോ അല്ലേ നോക്കാം. AS24 ആപ്ലിക്കബിൾ ആണെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഇയറിൽ തൊട്ട് ഡിസ്ക്ലോഷർ തുടങ്ങണം? നമ്മൾ പറഞ്ഞു ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് എന്ന് തൊട്ടാണ് ഒരു എൻറ്ററിംഗ് ഇൻ ടു എ ബൈൻഡിങ് സെയിൽസ് അഗ്രിമെന്റ് ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സിമിലർ ബോഡി അപ്രൂവ്ഡ് പ്ലാൻ എന്നാണോ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഡീറ്റെയിൽഡ് പ്ലാൻ എന്നാണോ അപ്രൂവ് ചെയ്യുന്നത്, ആൻഡ് അതെന്നാണോ ഡിക്ലെയർ ചെയ്യുന്നത്, രണ്ട് ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ, ആ ഫിനാൻഷ്യൽ ഇയറിൽ തൊട്ട് AS24 അനുസരിച്ച് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തു തുടങ്ങും. ഏത് ഫിനാൻഷ്യൽ ഇയർ വരെ ഡിസ്ക്ലോസ് ചെയ്യണം? ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ വരെയും ഡിസ്ക്ലോസ് ചെയ്യണം. എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം? ആ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിസ്ക്ലോഷർ അത് AS24 അനുസരിച്ച് ആ ഡിസ്ക്ലോസ് ചെയ്യുന്നത് ബിസിനസ് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ സെഗ്മെന്റ് ആണോ, ഈ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷന്റെ അസറ്റും ലൈബിലിറ്റിയും എത്ര, റവന്യൂവും എക്സ്പെൻസും എത്ര, പ്രീ ടാക്സ് പ്രോഫിറ്റ് എത്ര, ആ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്നുള്ള ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ, ഓപ്പറേറ്റിംഗ് എത്ര, ഇൻവെസ്റ്റിംഗ് എത്ര, ഫിനാൻസിങ് എത്ര, എക്സ്പെക്ടഡ് കംപ്ലീഷൻ ടൈം, ഈ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷന്റെ എക്സ്പെക്ടഡ് കംപ്ലീറ്റിംഗ് ടൈം എത്രയാണ്, കംപ്ലീഷൻ ടൈം എത്രയാണ്, ഇതൊക്കെയാണ് AS24 ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കമ്പനീസ് ഒക്കെ പഠിച്ചതാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽസ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കമ്പനി പഠിച്ചതാണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2 കോളം ആണ്. എങ്ങനെയാണ്? കറണ്ട് ഇയർ കോളം ഉണ്ട്, പ്രീവിയസ് ഇയർ കോളം ഉണ്ട്. ഇപ്പൊ ഈ വർഷം കറണ്ട് ഇയറിലാണ് ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഇവന്റ് വന്നത്. നോട്ട്സ് ടു അക്കൗണ്ട്സിൽ പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പൊ പ്രീവിയസ് ഇയറും കൂടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടേ? അതേപോലെ ഫോർ കമ്പാരിസൺ വേണം. സോ നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ AS24 ആദ്യമായിട്ട് ആപ്ലിക്കബിൾ ആവുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ പ്രീവിയസ് ഇയറും കൂടെ എന്ത് ചെയ്യണം? റീസ്റ്റേറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നത്, റീസ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രയർ പീരീഡ്സ് ഫോർ മേക്കിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. പ്രീവിയസ് ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് ബി റീസ്റ്റേറ്റഡ്. ഇത് ആദ്യത്തെ ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമേ വരിക, കാരണം നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുമല്ലോ. സോ ആദ്യമായിട്ട് ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് AS24 അനുസരിച്ച് വരുമ്പോൾ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ടാണല്ലോ കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും കോളം കൊടുത്തേക്കണം. കറണ്ട് ഇയറിൽ AS24 അനുസരിച്ച് അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്രീവിയസ് ഇയറും റീസ്റ്റേറ്റ് ചെയ്തോണം. It means entity should segregate asset, liability, revenue, expense and cash flow of continuing and discontinuing operation in the previous year also. ഇനി ഡിസ്ക്ലോഷർ ഇൻ ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. അപ്പൊ നമ്മൾ ചിലപ്പം ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, കമ്പനിക്കാണെങ്കിൽ ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യും. ഒന്നെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. വലിയ കമ്പനിക്കാണെങ്കിൽ ചിലപ്പോൾ മന്ത്ലി വരെ ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യും. ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും AS24 അനുസരിച്ചുള്ള ഡിസ്ക്ലോഷർ അതിനകത്ത് വരണം. പക്ഷെ ഇത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല, കാരണം ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് AS25 പറയുന്നത്. സോ ഒരു ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് AS25 പറയണം. ഇപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയാൽ മതി, ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും AS24 അവിടെ നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ?
സോ ഗൈസ് AS24 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ AS24. വളരെ കുഞ്ഞ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. എല്ലാ അറ്റംപ്റ്റിലും AS24 നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ടാണ്. ഞാനങ്ങനെ കണ്ടിന്യൂസ് അറ്റംപ്റ്റിൽ AS24 ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പക്ഷെ എക്സാമിന് ചോദിക്കാവുന്ന ഏരിയ ആണ്. 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ, മാക്സിമം 5 ആണ്. 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം വലിയതായിട്ട് പാടൊന്നുമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ കോൺസെപ്റ്റ് ഒന്നുമില്ല, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പം ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ, ആളുകൾക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ് കണ്ടിട്ട് ഒരു ഫുൾ ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ AS24 വരുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു പാർട്ട് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ AS24 വരൂ. ക്ലിയർ അല്ലേ? നമുക്ക് 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം, എന്നിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് AS24 ക്വസ്റ്റ്യൻസ്. Question number 1. Q Limited is in the business of manufacture of passenger cars and commercial vehicles. The company is working on strategic plan to shift from passenger car segment over coming 5 years. However, no specific plan have been drawn up for sale of neither the division nor its assets. As part of its plan, it will reduce the production of passenger car by 20% annually. It also plans to commence another new factory for the manufacturing of commercial vehicle and transfer of employees in a phased manner. You are required to comment if mere gradual phasing out in itself can considered as a discontinuing operation with the meaning of AS24. If company passes a resolution to sell some of the assets in passenger car division and also to transfer few other assets to the passenger car division to the new factory, does this trigger the application of AS24? Would your answer to the above be different if the company resolves to sell the assets of the passenger car division in a phased but time bound manner? Clear? So question ആണ് പറയുന്നത്, ആ കമ്പനിക്ക് Q ലിമിറ്റഡിന് 2 മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. മാനുഫാക്ചറിങ് ഓഫ് പാസഞ്ചർ കാറും മാനുഫാക്ചറിങ് ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും. അവർ ഡിസൈഡ് ചെയ്തേക്കണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ കൂടുതൽ ത്രൈവ് ചെയ്യാൻ വേണ്ടി പാസഞ്ചർ കാർ ഡിവിഷൻ അവർ പൂട്ടാൻ നോക്കുവാണ്. ആൻഡ് 5 വർഷം കൊണ്ട് 20% വെച്ച് ഓരോ വർഷവും റെഡ്യൂസ് ചെയ്ത് 5 വർഷം കൊണ്ട് ഈ പാസഞ്ചർ കാറിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും കൂടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പ്രൊഡക്ഷന് വേണ്ടി അവർ ഉപയോഗിക്കും. അതിനുവേണ്ടി അവർ പുതിയൊരു ഫാക്ടറിയും തുടങ്ങുന്നുണ്ട്. എന്നിട്ട് എന്താണ്, എംപ്ലോയീസിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഒരു ഫേസിംഗ് ഔട്ട് ആണ് അവർ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ഫേസിംഗ് ഔട്ട്, ഒരു മിയർ ഫേസിംഗ് ഔട്ട് AS24 അനുസരിച്ച് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആണോ എന്നാണ് ചോദ്യം. വളരെ കൃത്യമാണ്. AS24 നമ്മൾ പഠിച്ചതാണ്. AS24 അനുസരിച്ച് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അതൊരു സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻസിൽ പൂട്ടേണ്ടതാണ്. ഇവിടെ ഒരു സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നോക്കുക. However, no specific plans have been drawn up for the sale of neither the division nor its assets. അവിടെ ഒരു സിംഗിൾ പ്ലാൻ ഇല്ല. അപ്പൊ അവിടെ ഒരു ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ അല്ല. AS24 ആപ്ലിക്കബിൾ അല്ല. ഇനി ആദ്യമേ പറയട്ടെ, ഒരു പ്രോഡക്റ്റ് വേണ്ടാന്ന് വെച്ച് മിയർ ഫേസിംഗ് ഔട്ട് AS24 അല്ല. AS24 അനുസരിച്ച് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ അല്ല. ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സിംഗിൾ പ്ലാൻ അനുസരിച്ച് ഒന്നെങ്കിൽ മുഴുവൻ അസറ്റ് വിൽക്കണം, ലംസം സെയിൽ, അല്ലെങ്കിൽ ഡീമർജർ, അല്ലെങ്കിൽ സ്പിൻ ഓഫ്, അല്ലെങ്കിൽ പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ടു അബാൻഡ്മെന്റ്. ഇവരങ്ങനെയല്ല ചെയ്യണം. ഇവരിപ്പോ പാസഞ്ചർ കാർ ഡിവിഷൻ പതുക്കെ 5 വർഷം കൊണ്ട് പൂട്ടിയിട്ട് അതിലെ എംപ്ലോയീസ് ഒക്കെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റുകയാണ്. അതേപോലെ അസറ്റ്സും അങ്ങോട്ട് മാറ്റുകയാണ്. അപ്പം ഒരു മിയർ ഫേസിംഗ് ഔട്ട്, അതായത് ഇനി നമുക്ക് ഈ ബിസിനസ് വേണ്ടാന്ന് പറഞ്ഞ് പതുക്കെ ആ ബിസിനസിനെ ഇല്ലാതാക്കി ആ ബിസിനസിനെ മറ്റേ ബിസിനസ്സുമായിട്ട് മെർജ് ചെയ്ത് കയറ്റുന്നു. മിയർ ഫേസിംഗ് ഔട്ട് അത് AS24 ആപ്ലിക്കബിൾ അല്ല. AS24 ആപ്ലിക്കബിൾ ആകില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമ്പനി കുറച്ച് അസറ്റ്സ് വിൽക്കാൻ വേണ്ടി ഒരു റെസല്യൂഷൻ പാസ്സാക്കി ആൻഡ് കുറച്ച് അസറ്റ്സ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അവർ അതിനുവേണ്ടി ഒരു പുതിയൊരു ഫാക്ടറി നടക്കുന്നുണ്ട്.
ആ പുതിയ ഫാക്ടറിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഇത് AS24 അനുസരിച്ച് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആണോ എന്നാണ് ചോദ്യം. ഒരിക്കലും അല്ല, അത് AS24 ആപ്ലിക്കബിൾ ആകില്ല. എന്തുകൊണ്ട്? ഒരു സിംഗിൾ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട് എന്നൊന്നും പറയുന്നില്ല. ആൻഡ് കുറച്ച് അസറ്റ്സ് വിൽക്കാം, കുറച്ച് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് ആ ന്യൂ ഫാക്ടറി വരുമ്പം അതിലോട്ട് മാറ്റി വെക്കാം എന്നാണ് പറയുന്നത്. ഒരു ഡിസ്കണ്ടിന്യൂയിങ് പ്ലാൻ നമ്മൾ പറഞ്ഞു, അതിന്റെ ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് എന്തായിരുന്നു? ഒരു ഡീറ്റെയിൽഡ് അപ്രൂവ്ഡ് പ്ലാൻ വേണം. അതായത് എന്ന് നമ്മളെ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് തുടങ്ങും, ഈ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ വരുമ്പം അസറ്റ്സ് എല്ലാം വിൽക്കും, എന്ന് ഇത് വിട്ടു തീർക്കും, ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് എന്ന് പൂർത്തിയാവും, ആ ടൈം ഫ്രെയിം, ആർക്കാണ് നമ്മൾ അസറ്റ്സ് വിൽക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ആ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷന്റെ ലൈബിലിറ്റി സെറ്റിൽ ചെയ്ത് തീർക്കേണ്ടത്, ഇതെല്ലാം ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനിൽ പറയും. ആ പ്ലാൻ ആണ് അപ്രൂവ് ചെയ്യുന്നത്, അതനുസരിച്ചാണ് ഡിസ്കണ്ടിന്യൂയിങ് തുടങ്ങുന്നത്. അതാണ് നമ്മുടെ ഇനിഷ്യൽ ഡിസ്ക്ലോഷർ ഈവന്റ് പഠിച്ചതാണ്. ഇവിടെ അതിനെക്കുറിച്ചൊന്നും സൈലന്റ് ആണ്. ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ട് എന്നൊന്നും പറയുന്നില്ല. റെസൊല്യൂഷൻ പാസ്സാക്കി, ശരിയാണ്, പക്ഷെ സം ഓഫ് ദ അസറ്റ് വിൽക്കാനാണ്. സം ഓഫ് ദ അസറ്റ്, ഏത് അസറ്റ് ആണ് വിൽക്കുന്നത് എന്ന് പോലും കൃത്യമായിട്ട് പറയുന്നില്ല. സം ഓഫ് ദ അസറ്റ് വിൽക്കുന്നു, ബാക്കി അസറ്റിനെ പുതിയ ഫാക്ടറിയിലോട്ട് മാറ്റുന്നു. നമ്മളൊരു ബിസിനസ് എന്റിറ്റിയിലെ കുറച്ച് അസറ്റ്സ് എടുത്ത് വിൽക്കുന്നു, അതൊക്കെ AS10 ആണ് ആപ്ലിക്കബിൾ ആവുന്നത് അസറ്റ് വിൽക്കുമ്പോൾ, AS24 അല്ല. AS24 അനുസരിച്ചാണെങ്കിൽ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഷട്ട് ഡൗൺ ചെയ്യണം. ആർക്ക് വിൽക്കണം, ആർക്കാണ് അസറ്റ്സ് വിൽക്കാൻ പോകുന്നത്, എന്നാ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് തീരും, ഡീറ്റെയിൽഡ് അപ്രൂവ്ഡ് പ്ലാൻ ആയിരിക്കും. റെസൊല്യൂഷൻ പാസ്സാക്കി കുറച്ച് അസറ്റ്സ് വിൽക്കുന്നു എന്ന് പറഞ്ഞ് AS24 ആപ്ലിക്കബിൾ അല്ല. അവിടുത്തെ അക്കൗണ്ടിങ്ങിന് AS10 ആണ് ആപ്ലിക്കബിൾ. സിനകത്ത് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, would your answer to be above be different if company resolves to sell the assets of passenger division in a phased but time bound manner? Yes, AS24 ആപ്ലിക്കബിൾ ആണ്. AS24 റെസൊല്യൂഷൻ പാസ്സാക്കിയില്ലേ, അസറ്റ്സ് വിൽക്കാൻ തീരുമാനിച്ചില്ലേ, ഇവിടെ സം ഓഫ് ദ അസറ്റ്സ് എന്നൊന്നും പറയുന്നില്ല, അസറ്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ മുഴുവൻ അസറ്റ്സ് വിൽക്കുമായിരിക്കും. ആൻഡ് ഫേസ്ഡ് മാനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റയടിക്ക് വിൽക്കുന്നില്ല, പീസ് മീൽ ആയിട്ടായിരിക്കും വെക്കണം, പക്ഷേ ടൈം ബൗണ്ട് മാനർ. ഫേസ്ഡ് ബട്ട് ടൈം ബൗണ്ട് മാനർ. കാരണം റെസൊല്യൂഷൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് ഈ ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് തീരും, എന്ന് ഏത് ടൈം ഫ്രെയിമിൽ അവർ അസറ്റ്സ് വിറ്റ് തീർക്കും. നമ്മൾ പറഞ്ഞു ഒറ്റയടിക്ക് വിൽക്കണം എന്നുണ്ടോ? AS24 ഡിസ്കണ്ടിന്യൂയിങ്ങിനകത്ത് എന്ത് പറയുന്നുണ്ട്? പീസ് മീൽ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യവും പറയുന്നുണ്ട്. സോ ഒറ്റയടിക്ക് അസറ്റും ലൈബിലിറ്റിയും ഒക്കെ സെറ്റിൽ ചെയ്യണം എന്നൊന്നുമില്ല, ഫേസ്ഡ് മാനറിൽ മതി, ബട്ട് കൃത്യമായിട്ടുള്ള ടൈം പീരീഡ് പറയണം. ഇവിടെ കൃത്യമാണ്, റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്, അസറ്റ്സ് മുഴുവൻ വിൽക്കും എന്ന് പറയുന്നുണ്ട്. സം ഓഫ് ദ അസറ്റ് എന്ന വേർഡ് അവിടെ വന്നിട്ടില്ല, അസറ്റ്സ് എന്നാണ് പറയുന്നത്. സോ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്, ഏത് പീരീഡ് കൊണ്ട് ഡിസ്കണ്ടിന്യൂയിങ് പ്രോസസ് തീരും, കൃത്യമായിട്ട് റെസൊല്യൂഷനകത്ത് പറയുന്നുണ്ട്. സോ AS24 ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2. Changeover Limited is in the business of making cell phones. During their ended 31/3/2002, it made 1 lakh units of GSM phones and 50,000 units of CDMA phones. In the current year, the company has gradually cut down the production of GSM phones and is utilizing the spare capacity released for manufacturing of CDMA phones. During the last quarter of 2016-17, not even a single unit of GSM phone has been produced, whereas 20,000 units, 60,000 units of CDMA phones were manufactured in the same period. Should treated as a discontinuing operation. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെയും ഫേസിങ് ഔട്ട് ആണ്, ഒരു മിയർ അല്ലെങ്കിൽ ഗ്രാജുവൽ ഫേസിങ് ഔട്ട് ഓഫ് എ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ആണ്. ആ കമ്പനിക്ക് 2 ഫോണാണ് ഉണ്ടാക്കണം, 2 ഫോൺ. ഒന്ന് നമ്മളെ സാധാരണ പോലെ പ്രീപെയ്ഡ് സിം ഇട്ട് കളിക്കുന്ന GSM ഫോണും, അല്ലാതെ CDMA ഫോണും. CDMA ഫോൺ ഇപ്പൊ അവരെന്താണ്, GSM ഫോണിന്റെ പ്രൊഡക്ഷൻ നിർത്തിയിട്ട് ആ സ്പെയർ കപ്പാസിറ്റി ആരുടെ പ്രൊഡക്ഷന് കൊടുക്കുകയാണ്? CDMA പ്രൊഡക്ഷന് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒബ്വിയസ്ലി പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ വർഷം GSM ഫോൺസിന്റെ സെയിൽ നടന്നിട്ടില്ല, മുഴുവൻ CDMA ഫോണിന്റെ സെയിൽസ് ആണ് നടന്നത്. 60,000 യൂണിറ്റ്സ് വിൽക്കുകയും ചെയ്തു. ഇവിടെയും ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടോ? ഇല്ല. ഇവിടെ അസറ്റ്സ് വിൽക്കുന്നുണ്ടോ? ഇല്ല.
പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ? ഇല്ല. ടെർമിനേറ്റിംഗ് ത്രൂ അബാൻഡൻമെന്റ്, അബാൻഡ് ചെയ്തോ? അബാൻഡ്മെന്റ് ആണോ? അല്ല. അവര് ബിസിനസ് നിർത്തി GSM, എന്നിട്ട് പകരം എന്ത് ചെയ്തു? ആ സ്പെയർ കപ്പാസിറ്റിയെ അവിടെ തന്നെയുള്ള നെക്സ്റ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി CDMA പ്രൊഡക്ഷന് വേണ്ടി കൊടുത്തു. അപ്പൊ ഇവിടെ സെയിൽ ഇല്ല, ഡീമർജർ ഇല്ല, സ്പിൻ ഓഫ് ഇല്ല, ഒരു സിംഗിൾ പ്ലാൻ ഇല്ല, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് പ്ലാൻ ഇല്ല, എന്തില്ല, അബാൻഡൻമെന്റ് ഇല്ല, ഒന്നുമില്ല. അവിടെ സ്പെയർ കപ്പാസിറ്റി വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട് കമ്പനിയിൽ തന്നെ ഫോർ അനദർ പ്രോഡക്റ്റ്. അപ്പൊ ഇതെന്താണ്? ഒരു ഫേസിങ് ഔട്ട് ഓഫ് എ പ്രോഡക്റ്റ് ആണ്. എ മിയർ ഫേസിങ് ഔട്ട് ഓഫ് പ്രോഡക്റ്റ് ഈസ് നോട്ട് a discontinuing, will not considered as a discontinuing operation. So AS24 is not applicable in this case. Clear അല്ലേ? സോ ഇത്രേ ഉള്ളൂ. AS24 കുഞ്ഞ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ക്ലിയർ അല്ലേ? സോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് AS24.